കുട്ടികളെ, നമ്മളിനി പഠിക്കുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്. 1 ഡയമെൻഷൻ മോഷൻ നമ്മൾ ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അതിൽ സ്കെയിലേഴ്സ് എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. Scalar quantities are those quantities which have magnitude only. They can be fully represented by a number and a unit. Examples are mass, time, volume, density, etc. are scalar quantities. Vector quantities are those quantities which have both magnitude and direction. Examples are displacement, velocity, acceleration, momentum, force, angular momentum, etc. are vector quantities. A vector quantity can be represented by a directed line segment. ദിശയിലുള്ള ഒരു രേഖാഖണ്ഡം കൊണ്ട് ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം. This figure shows a certain vector, A vector. A vector എന്ന് പറയുന്നത് പ്രത്യേക വെക്ടറിനെ. A vector can be displacement vector, velocity vector, force vector, etc. Generally, we represent it by the letter A vector, and this A vector can be represented by a directed line segment. Here, OP is the directed line segment. That means the vector A vector is OP vector. This is represented by OP, and above OP we put an arrow to represent OP vector, and this shows that the vector starts from O and ends at the point P. That means O is called the initial point or tail of the vector, and P is called the terminal point or tip of the vector. So this line segment having direction, that means OP vector. This is called as OP vector, represents the vector A vector. A vector and അത് പറയാനായിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ലെറ്റർ ആണ് എ വെക്ടർ എന്ന് പറയുന്നത്. അത് ആക്ച്വൽ ആയിട്ട് അതിന്റെ ജോമെട്രിക്കൽ മീനിങ് കിട്ടുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണിത്. ഒ പി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു, ഒരു ആരോ ഇടുന്നു. സോ ദ വെക്ടർ ഹാസ് എ ഡയറക്ഷൻ ഫ്രം ഒ ടു പി. ഒ നിന്ന് പിയിലേക്ക് ആ വെക്ടർ ഡയറക്ഷൻ ഉണ്ട്. എ വെക്ടർ എന്ന് അതിനെ സൂചിപ്പിക്കുന്നു. നൗ ദ ലെങ്ത് ഒ പി റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. ഒ പി എന്ന് പറയുന്ന നീളം അതിന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്നു. അത് നമ്മൾ ഇങ്ങനെ എഴുതും, മോഡുലസ് ഓഫ് എ വെക്ടർ ഈക്വൽസ് ഒ പി. ഇത് മോഡുലസ് ഓഫ് എ വെക്ടർ നമ്മൾ എളുപ്പത്തിൽ ചിലപ്പോൾ എ എന്നുകൂടി റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒ പി എന്ന് പറയുന്നത് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒ പി എന്ന് പറയുന്നത് ലെങ്ത് വെലോസിറ്റിയും അതുപോലെ ആക്സിലറേഷനെ ഫോഴ്സിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട്, അതായത് ഈ രീതി സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. Here we consider a person who walks through a distance of 8 meter in the north-east direction. ഡിസ്പ്ലേസ്മെന്റ് മോഡുലസ് എത്രയാണിത്? ഈ കേസിൽ 8 മീറ്റർ ആണ്. അപ്പോൾ 8 മീറ്റർ എന്ന് പറയുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് മോഡുലസിനെ നമുക്ക് 4 സെന്റിമീറ്റർ ഉള്ള ഒരു രേഖാഖണ്ഡം കൊണ്ട് നമ്മുടെ നോട്ട്ബുക്കിൽ സൂചിപ്പിക്കാനായിട്ട് പറ്റും. എങ്ങനെ? നോട്ട്ബുക്കിൽ നോർത്ത് ഡയറക്ഷൻ ഈസ്റ്റ് ഡയറക്ഷൻ കാണിക്കുക, എന്നിട്ട് 45 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചിട്ട് ആ സെഗ്മെന്റ് നീളം എത്രയായിട്ട് എടുക്കണം? 4 സെന്റിമീറ്റർ എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്കെയിൽ ഫാക്ടർ കൊടുത്തു കഴിഞ്ഞാൽ, ദിസ് ഈസ് എ സ്കെയിൽ ഫാക്ടർ ഇതാണ്. 1 സെന്റിമീറ്റർ ഈക്വൽ ടു മീറ്റർ എന്ന് കൊടുക്കുകയാണെങ്കിൽ 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 4 into 2 മീറ്റർ ഈക്വൽസ് 8 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യും. ആരോ ഇടുമ്പോൾ അത് ഡിസ്പ്ലേസ്മെന്റിനെ തന്നെ സൂചിപ്പിക്കും. അപ്പോൾ പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് കൊണ്ട് നമുക്ക് നോട്ട്ബുക്കിലും ഈ ഡിസ്പ്ലേസ്മെന്റ് ആയ 8 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് സൂചിപ്പിക്കാനായിട്ട് പറ്റും നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ. അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ സെഗ്മെന്റ് ഹാവിംഗ് ഡയറക്ഷൻ നമുക്ക് വെക്ടറായിട്ട് കണക്കാക്കാം. ഈ കേസിൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. ഇതേ ഡയറക്ഷൻ ആണ് തന്നെ വിചാരിച്ചോളൂ. 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ ഈ സ്കെയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 10 സെന്റിമീറ്റർ രേഖാഖണ്ഡം വരച്ചിട്ട് ആ ഡയറക്ഷൻ കാണിക്കുക. സ്കെയിൽ ഫാക്ടർ അപ്പോൾ എന്ത് കൊടുക്കണം? 1 സെന്റിമീറ്റർ ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ആ ഒരു സ്കെയിൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഏത് സ്കെയിൽ എടുത്താലും നമുക്ക് ആ രീതിയിൽ അതിനനുസരിച്ച് ലെങ്ത് ഉള്ള
ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഏത് വെക്ടറിനെ സൂചിപ്പിക്കാനായിട്ട് പറ്റും? ചുരുക്കം പറഞ്ഞാൽ നമുക്ക് നോട്ട്ബുക്കിൽ വെക്ടേഴ്സിനെ സൂചിപ്പിക്കാൻ സ്കെയിൽ ഫാക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വെക്ടറിനെയും നമുക്ക് ലെങ്ത് കൊണ്ട് മാത്രം റെപ്രസെന്റ് ചെയ്യാം. ആ ലെങ്ത് ആ സ്കെയിൽ ഫാക്ടർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അളവ് കിട്ടും. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഈ കേസിൽ 4 സെന്റിമീറ്റർ ആണ്. ആ 4നെ നമ്മൾ 1 സെന്റിമീറ്റർ 2 മീറ്റർ എന്നുള്ള ആ ഒരു ഐഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4 × 2 മീറ്റർ = 8 മീറ്റർ എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതാണ് ആ 8 മീറ്റർ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ 4 സെന്റിമീറ്റർ ആയിരിക്കില്ല. അപ്പൊ ആ രീതിയിൽ ആ ലെങ്ത് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ലെങ്ത് റെപ്രസെന്റ്സ് നമ്മൾ പറയും. ദ ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് റെപ്രസെന്റ്സ് the magnitude of the vector quantity and direction from the initial point to the final point, that means from O to B represents the direction of the vector quantity. അപ്പോൾ ഇവിടെ A വെക്ടർ എന്ന് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റി നമ്മൾ OP വെക്ടർ = A വെക്ടർ എഴുതിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ OP എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ലെങ്ത് ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ പ്രത്യേക ഏതെങ്കിലും ഒരു സ്കെയിൽ എടുക്കണം. ആ സ്കെയിൽ തോന്നിന് അനുസരിച്ച് സ്കെയിലിനനുസരിച്ച് തന്നെ നമുക്ക് OP കൊണ്ട് OP എന്ന ലെങ്ത് കൊണ്ട് ആ വെക്ടറിനെ സൂചിപ്പിക്കാൻ പറ്റും. OP വെക്ടർ = A വെക്ടർ. മോഡുലസ് ഓഫ് A വെക്ടർ എന്ന് പറയുന്നത് OP എന്ന് പറയുന്ന ലെങ്ത് കാണിക്കുന്നു. ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ സെന്റിമീറ്റർ ലെങ്ത് അല്ല ഉദ്ദേശിക്കുന്നത്, അതിനെ സ്കെയിൽ ഫാക്ടർ കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കണം. ഇനി ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ ആർ കോൾഡ് ഈക്വൽ വെക്ടേഴ്സ്. A vector can be fully represented by a number, unit and direction. The magnitude of the vector is the number and the unit. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആയിരിക്കണം, അതോടൊപ്പം തന്നെ രണ്ടിന്റെയും ഡയറക്ഷനും സെയിം ആയിരിക്കണം. Then the two vectors are said to be equal. So two vectors A vector and B vector are said to be equal if they have the same direction and they have same magnitude. Modulus of A vector must be equal to modulus of B vector and they must have the same direction. Then they are said to be equal vectors. Now, what's meant by negative of a vector? Here we consider a vector acting towards right. Then the negative of the vector A vector is the vector having the same length or same magnitude and drawn in the opposite direction, parallel to it. അതിന് പാരലൽ ആയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കപ്പെടുന്ന ആ ഒരു വെക്ടറാണ് ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. So A vector negative എന്താണ്? minus A vector ആണ്. So minus A vector is the vector having the same magnitude as that of A vector and in the opposite direction. These two are negative of each other. പരസ്പരം negatives ആണ് ഈ രണ്ട് vectors. Now we are coming to collinear vectors. By collinear vectors we mean vectors acting along the same line like this, or vectors acting parallel to each other in the same direction like this, or vectors acting parallel to each other and in the opposite direction like this. They can be of the same magnitude or different magnitudes. Such vectors are called collinear vectors. So vectors acting along parallel lines or acting along the same line are called collinear vectors. Now co-initial vectors. Co-initial means having the same initial point. Here these two vectors, small a vector and capital A vector, have the same initial point O. So they are called co-initial vectors. A vector and small a vector and capital A vector are co-initial vectors. And now coplanar vectors. By coplanar vectors we mean vectors lying in the same plane. As an example, the displacements of all objects moving along the same plane. ഒരേ പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന എല്ലാ ഓബ്ജക്ട്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് എല്ലാം കോപ്ലെയിനർ വെക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ ഒരേ പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന എല്ലാ ഓബ്ജക്ട്സിന്റെയും വെലോസിറ്റി വെക്ടേഴ്സ് എല്ലാം കോപ്ലെയിനർ വെക്ടേഴ്സ് ആണ്. അതുപോലെ ഒരു പ്ലെയിനിലാക്കുന്ന എല്ലാ ഫോഴ്സസും കോപ്ലെയിനർ വെക്ടേഴ്സ് ആണ്. അതാണ് കോപ്ലെയിനർ വെക്ടേഴ്സ് എന്ന് സൂചിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. Now what is meant by null vector or zero vector? A vector having zero magnitude is called a zero magnitude and an arbitrary direction is called a null vector. Null vector is a vector or zero vector is a vector having zero magnitude and an arbitrary direction. In a direction നമുക്ക് പറയാൻ പറ്റില്ല.
ഈ സീറോ വെക്ടർ ഏതെങ്കിലും അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ കൊണ്ട് ഫൈനലായിട്ട് കിട്ടിയ വെക്ടർ ആകാം. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആർബിട്രറിയാണ്. ഇന്ന ഡയറക്ഷൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മാഗ്നിറ്റ്യൂഡ് സീറോ ആയതുകൊണ്ട് അത് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് നൾ വെക്ടർ ഓർ സീറോ വെക്ടർ ഈസ് എ വെക്ടർ which has a zero magnitude and an arbitrary direction. Now, what is the unit vector? Unit vector is a vector with unit magnitude. That means a vector having unit magnitude is called a unit vector. As an example, if we consider a vector, just consider a vector. This vector is a vector. Any vector can be represented by the product of modulus of vector and a unit vector. This is read as a cap. A cap is a unit vector. When the modulus of the vector is multiplied by this unit vector, we get this vector. So we see that this unit vector is a vector with a unit magnitude and acting in the same direction as that of a vector. A vector അതേ ഡയറക്ഷൻ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് വെക്ടർ ആണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ യൂണിറ്റ് വെക്ടർ ആസ് a cap equals a vector divided by modulus of a vector. ഈ രീതിയിൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കണക്കാക്കാൻ പറ്റും. സോ ഇഫ് we want to find the unit vector in the direction of a given vector, we have to divide the vector with the magnitude of vector. Now we are coming to multiplication of a vector by a number. ഒരു നമ്പർ കൊണ്ട് വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും അതാണ് നമ്മൾ നോക്കുന്നത്. Here we have a vector OP. A vector is represented by the line segment OP. When this vector is multiplied by a number, say n equals 2, then we get a n into a vector. When the vector a vector is multiplied by a number small n, then we get a n into a vector. Here the number is 2, so 2 times a vector എന്ന വെക്ടർ നമുക്ക് പൊതുവായിട്ട് കിട്ടും. This 2a vector is clearly represented by the line segment OQ having length equal to twice OP. OP നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇതിന്റെ മോഡൽസ് എന്ന് പറയുന്നത്. OQ ഈക്വൽസ് എന്താണ് 2OP ആണ്. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ മോഡൽസ് ഓഫ് എ വെക്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ ദി ലെങ്ത് OP. Now modulus of 2a vector is given by the length OQ, which is equal to twice OP, and OP is modulus of a vector. Therefore we get a 2 into modulus of a vector. That means when a vector is multiplied by n, we get a vector with the modulus equal to n times the modulus of the given vector. If n is positive, that means here 2 is positive. So the resulting vector is 2 times the given vector. It has a direction same as that of a vector and magnitude twice that of a vector. If n is positive. ഇവിടെ n പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറാണ് 2 ആണ് ചെയ്യുന്നത്. Now if n is negative, what happens? When a vector is multiplied by n equal to -2, we get -2a vector. So this -2a vector has a magnitude equal to twice the magnitude of a vector. Here magnitude of a vector is PQ and magnitude of -2a vector is equal to this RS, length RS, that is equal to twice PQ, and that's equal to 2 into PQ means modulus of a vector, and this can be written as equal to modulus of -2 into modulus of a vector. Modulus of -2 into modulus of a vector. That means if a vector is multiplied by scalar n, then the modulus of the vector obtained will be modulus of n a vector. Modulus of n a vector equals modulus of n into modulus of a vector. This will be n times the modulus of a vector
if n is positive or modulus of n times the modulus of a vector if n is negative. അതാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഒരേ ഡയറക്ഷനിലാണ് ആയിരിക്കും റിസൾട്ടിംഗ് വെക്ടറും അതുപോലെ ഗിവൺ വെക്ടറും ഒരേ ഡയറക്ഷനായിരിക്കും if n is പോസിറ്റീവ്. റിസൾട്ടിംഗ് വെക്ടറും ഗിവൺ വെക്ടറും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും if n is നെഗറ്റീവ്. മോഡുലസ് എന്ന് പറയുന്നത് twice that of the first vector ആയിരിക്കും if n is equal to, and the modulus will be equal to twice that of the first vector if n is equal to -2. n -2 ആണെങ്കിലും മോഡുലസ് twice ആയിരിക്കും. അതിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. മോഡുലസിന്റെ എപ്പോഴും മോഡുലസിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഡയറക്ഷനോട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ കേസിൽ. So we say that when a vector, capital A vector, is multiplied by a number or a scalar n, we get a vector in the direction of the given vector if n is positive and the modulus of the resulting vector will be n times the modulus of the first vector. If n is negative, again the modulus of the resulting vector will be modulus of n times that of the first vector, and direction will be opposite to that of the first vector. Now we study addition of vectors. First we consider the case of vectors acting in the same direction. Here we have two vectors, A vector and B vector, acting in the same direction towards right. When they are added, the resultant vector is written as r vector equals A vector plus B vector. This is the resultant vector. We see that it has a magnitude equal to sum of the magnitudes of A vector and B vector. That means modulus of r vector is equal to sum of the moduli of A vector and B vector. And ഇതിന്റെ മോഡുലസിന്റെ സം ആയിരിക്കും റിസൾട്ടിംഗ് മോഡുലസ് എന്ന് പറയുന്നത്. റിസൾട്ടിംഗ് വെക്ടറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് the resultant modulus of the resultant vector will be equal to the sum of the moduli of the two vectors. That means the magnitude of the resultant vector is equal to sum of the magnitudes of the two vectors if they are acting in the same direction. Here these are acting towards right. ഇതിവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് 4 യൂണിറ്റ് 2 യൂണിറ്റ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ അത് 6 യൂണിറ്റ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ റൈറ്റിലേക്ക് തന്നെയാണ്, രണ്ടും റൈറ്റിലേക്കാണ്, റിസൾട്ടിൻ്റെ റൈറ്റിലേക്കാണ്. പക്ഷെ മോഡുലസ് എന്ന് പറയുന്നത് സം ഓഫ് ദ മോഡുലിയാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് വെക്ടേഴ്സ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സിന്റെ അഡീഷൻ ആണ് നമ്മൾ ഈ ഫിഗറിൽ കാണിക്കുന്നത്. ഇവിടെ പി വെക്ടർ എടുത്തു, ക്യൂ വെക്ടർ എടുത്തു. എ വെക്ടർ ബി വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. കാരണം ഇവിടുത്തെ ബി വെക്ടർ ആയിരിക്കും നമ്മളിവിടെ വരയ്ക്കുന്ന ബി വെക്ടർ. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും എല്ലാ കേസിലും സബ്ട്രാക്ട് ചെയ്യില്ല, ആഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? എക്സ്പ്രഷൻ ഇത് തന്നെയായിരിക്കും. ആർ വെക്ടർ ഈക്വൽസ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ തന്നെയായിരിക്കും എക്സ്പ്രഷൻ. കാരണം ബി തിരിഞ്ഞു വരികയാണെങ്കിൽ അതിനകത്താണ് എൻ്റെ മോഡുലസ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ബി ആയിരിക്കില്ല ഇവിടുത്തെ ബി. അപ്പൊ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എയും ബിയും മാറ്റി പി ക്യു ആക്കിയത്. സോ ബി വെക്ടർ ഇസ് ദ വെക്ടർ acting towards right and q vector is another vector acting towards left. When they are added, we can write in similar way as p vector plus q vector. ഇവിടെ ഓപ്പോസിറ്റ് ആവുമ്പോൾ മൈനസ് ക്യൂ വെക്ടർ എന്ന് എഴുതാൻ പാടില്ല, എഴുതി കഴിഞ്ഞാൽ തെറ്റായിരിക്കും. കാരണം ഇത് ഏത് ഡയറക്ഷൻ ആണെന്നുള്ളത് അതിന്റെ ജോമെട്രി എടുക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ് എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ ആഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുമ്പോൾ പി വെക്ടർ ക്യൂ വെക്ടർ ആഡ് ചെയ്യുന്നത് ക്യൂ വെക്ടർ ലെഫ്റ്റിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മൈനസ് ക്യൂ വെക്ടർ എന്ന് കൊടുക്കരുത്, അപ്പൊ സബ്ട്രാക്ട് ചെയ്യുന്നതായിട്ട് മാറും. സോ ഹിയർ പി വെക്ടർ ഹാസ് എ മോഡുലസ് ഈക്വൽ ടു 4 യൂണിറ്റ്സ് ആൻഡ് ക്യൂ വെക്ടർ ഹാസ് എ മോഡുലസ് ഈക്വൽ ടു 2 യൂണിറ്റ്സ്. സോ വെൻ ദേ ആർ ആഡഡ് this will be the resultant vector. That means r vector has a modulus equal to the difference of the moduli of the two vectors and direction equal to that of the larger vector. P equal to the larger നോക്കി അറിയാം, p vector ആണ് larger, q vector smaller vector ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം, p vector plus q vector തന്നെ
റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ എക്സ്പ്രഷൻ എഴുതണം. ക്യൂ വെക്ടർ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണെന്ന് ഉള്ളത് ഐക്വേഷനിൽ വരേണ്ട കാര്യമില്ല, അത് ഇതിലെ ഫിഗറിൽ നമ്മൾ കാണിച്ചാൽ മതി. സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ് വെക്ടർ. ഇറ്റ് ഹാസ് എ ലെങ്ത് ഈക്വൽ ടു ദ difference of the lengths of p vector and q vector. That means we can write modulus of r vector as the difference of the moduli of the two vectors. That means modulus of p vector minus modulus of q vector. Difference ആയിരിക്കും modulus of the resulting vector എന്ന് പറയുന്നത്. രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ഇവിടെ 4 യൂണിറ്റ് 2 യൂണിറ്റ്, അപ്പോൾ 2 യൂണിറ്റ് വലിയ വെക്ടറിന്റെ ഡയറക്ഷൻ, ദാറ്റ് മീൻസ് സ്പീഡ് ഡയറക്ഷൻ 2 യൂണിറ്റ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഇതാണ് റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ എന്തായിരിക്കും? ദാറ്റ് ഓഫ് ദ ലാർജർ വെക്ടർ. ഇതാണ് ലാർജർ വെക്ടർ, അതിന്റെ ഡയറക്ഷൻ ആയിരിക്കും റിസൾട്ടിന്റെ വെക്ടർ വരുന്നത്. അതാണ് addition of vectors when they are acting in the same direction, when they are acting in the opposite direction. രണ്ട് കേസിലും നമ്മൾ റിസൾട്ടന്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കണം? ആർ വെക്ടർ ഈക്വൽസ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ എന്ന ഫോമിൽ തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ കൊടുക്കണം? ആർ വെക്ടർ ഈക്വൽസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ. അത് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും മോഡുലസ്, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സം ഓഫ് ദ മോഡുലി ആയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ട വ്യത്യാസം. ഓക്കെ, now listen here. The third case is that when two vectors are inclined at an angle. That means the two given vectors are not acting along the same line or in opposite direction, but they are inclined at some angle. When two vectors are inclined at an angle, their addition can be done or their resultant can be found using any one of the laws. First, triangle law of vector addition. Second is parallelogram law of vector addition. There are two laws to find the resultant of two vectors inclined at an angle. First, we consider triangle law of vector addition. By triangle law, we mean if the given two vectors are represented in magnitude and direction by the two sides of a triangle taken in the same order, then their resultant is represented in magnitude and direction by the closing side of the triangle taken in the reverse order. Here we consider two vectors, say p vector and q vector. ഇത് ഒരു പ്ലെയിനിൽ എവിടെയും ആകാം, പി വെക്ടറും ക്യൂ വെക്ടറും ഒരു പ്ലെയിനിലെ ഏത് ഭാഗത്തുമാകാം. അത് അതിന് തന്നെ പാരലായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ വെക്ടറിനെ നമ്മൾ ഒ എ എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒ എയുടെ ലെങ്ത് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് പി വെക്ടറിന് ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നു. അതുപോലെ എ ബിയുടെ ലെങ്ത് മോഡുലസ് ഓഫ് ക്യൂ വെക്ടറിന് ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ എടുക്കുന്നു. അതിന്റെ ഡയറക്ഷൻ ക്യൂവിന് പാരലായിട്ട് തന്നെ എടുക്കും. അപ്പൊ ഇവിടെ വെക്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ആ ഗിവൺ വെക്ടേഴ്സിന് പാരലായിട്ട് രണ്ട് സൈഡ്സ് ആണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പൊ ആ ഡയറക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കൊണ്ടുവരണം. സോ ഇഫ് ടു വെക്ടേഴ്സ്, സേ പി വെക്ടർ ആൻഡ് ക്യൂ വെക്ടർ, are represented in magnitude and direction by the two sides of a triangle taken in the same order. By order we mean the direction. Here direction is from O to A and then from A to B. That is the same order. ഒരേ order. ഇവിടെ anti-clockwise നൽകുന്ന ആ രീതിയിലാണ് represent ചെയ്യുന്ന triangle. So if the two given vectors are represented in magnitude and direction by the two sides of a triangle taken in the same order, then their resultant is represented in magnitude and direction by the closing side of the triangle. Closing side of the triangle means the side that completes the triangle. This is the side. ഇതാണ് closing side എന്ന് പറയുന്നത്. This is the closing side of the triangle taken in the reverse order. This is the reverse order. ഈ ഒരു ക്രമമായിട്ട് ഓപ്പോസിറ്റ്. Then this closing side of the triangle taken in the reverse order represents the resultant of the two given vectors in magnitude and direction. That means this is the resultant R vector, which is the
sum of p vector and q vector. സം എന്ന് പറയുമ്പോൾ ഇതിന്റെ മോഡുലസ് ആഡ് ചെയ്താൽ ഇത് കിട്ടില്ല, നമുക്കറിയാം. ഇതിന്റെ മോഡുലസും അതിന്റെ ഡയറക്ഷനും അതുപോലെ ഈ വെക്ടറിന്റെ മോഡുലസും അതിന്റെ ഡയറക്ഷനുമാണ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫലത്തിൽ നമുക്ക് കിട്ടുന്ന വെക്ടർ ഈ ഒരു മോഡുലസ് ഉള്ളതായിരിക്കും, ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അതാണ് ഇതിന് മനസ്സിലാക്കേണ്ട പോയിന്റ്. നമുക്കറിയാം സം ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. അതുകൊണ്ട് മോഡുലസ് വെറുതെ ആഡ് ചെയ്താൽ നമുക്ക് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. വെക്ടേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ മോഡുലസും ആഡ് ചെയ്യണം, ഡയറക്ഷൻ ആഡ് ചെയ്യണം. അതിൻ്റെ ഒരു മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ്, ട്രയാങ്കിൾ ഓഫ് റൊട്ടേഷൻ. സ്റ്റേറ്റ്മെന്റ് എന്നുകൂടി പറയാം. ട്രയാങ്കിൾ ഓഫ് if two given vectors are represented in magnitude and direction by the two sides of a triangle taken in the same order, then their resultant is represented in magnitude and direction by the closing side of the triangle taken in the reverse order. Here p vector and q vector represented by the sides OA and AB of a triangle OAB. Then their resultant is represented by OB. ഇത് ലെഫ്റ്റ് ഈ രീതിയിൽ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു, നേരെ തിരിച്ചാണ്. അപ്പോൾ ടേക്കൺ ദ റിവേഴ്സ് എന്ന് പറയാൻ കാരണം. ഓക്കെ, now we are going to study law of parallelogram of vectors. We have two vectors p vector and q vector. They are inclined at an angle theta. These two vectors can be represented in magnitude and direction by the sides OA and OB of a parallelogram which is to be drawn. That means OA represents or OA vector represents p vector and OB vector represents q vector. Now if we complete the parallelogram OACB, then the diagonal OC represents the resultant R vector of these two vectors. That means OC vector is R vector and that is equal to p vector plus q vector. അതാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, if two vectors acting at a point are represented in magnitude and direction by the adjacent sides of a parallelogram, then the resultant is given by the diagonal of the parallelogram passing through the point. That means here when OA and OB are used to represent p vector and q vector in magnitude and direction, then the diagonal OC passing through the point of intersection of the two vectors or point of action of the two vectors represents the resultant R vector. That is OC vector is the resultant R vector equals p vector plus q vector. This is known as parallelogram law of vector addition. That means if two vectors acting at a point are represented in magnitude and direction by the adjacent sides of a parallelogram, then the diagonal of the parallelogram passing through that point represents the resultant of the two vectors in magnitude and direction. Now let us find the magnitude and direction of the resultant vector by analytical method. Here the parallelogram OACB is drawn and OA is produced, CD is drawn perpendicular to OA produced. Now from figure the magnitude of the resultant, that means the modulus of R vector, is given by OC. From figure we have OC square equals OD square plus CD square. This is equal to number 1. Here OC equals the modulus of the resultant, that means it is R, and OD equals OA plus AD equals P plus AD means it is AC cos theta, because in triangle
ACD cos theta equals AD divided by AC. Now this is equal to P plus Q cos theta by AC is equal to OB equals Q, the modulus of Q vector, because AC equals OB equals Q. Now CD equals CD divided by AC equals sin theta, therefore CD equals AC sin theta, because in triangle ACD again sin theta equals opposite side CD divided by hypotenuse AC, but we know that AC is Q, therefore this is equal to Q sin theta. Therefore equation 1 becomes OC square means R square. R square equals OD means OA plus OD means P plus Q cos theta. So P plus Q cos theta whole square, that is OD square. Then CD square means CD is equal to, what is CD? CD equals Q sin theta. Therefore this plus Q sin theta whole square. Now we can expand this, we get P square plus 2PQ cos theta plus Q square cos square theta plus Q square sin square theta. This is equal to P square plus Q square into cos square theta plus sin square theta plus 2PQ cos theta. Thus we get this as a P square plus Q square plus 2PQ cos theta. Cos square plus sin square gives 1, therefore P square plus Q square plus 2PQ cos theta. Or we get the magnitude of the resultant as R is equal to square root of P square plus Q square plus 2PQ cos theta. This is the magnitude of the resultant. Now the direction of the resultant is at an angle alpha with the direction of P vector, and alpha can be found from the triangle OCD. So in triangle OCD we get tan alpha equals opposite side CD divided by adjacent side OD, and this is equal to CD divided by OA plus AD, or it is equal to CD means we have CD is equal to Q sin theta and OA plus AD, or OD equals P plus Q cos theta. So this is P plus Q cos theta. Therefore alpha is equal to tan inverse of Q sin theta divided by P plus Q cos theta. Thus we see that the resultant vector of P vector and Q vector is given by R is equal to root of P square plus Q square plus 2PQ cos theta. This is the magnitude of the resultant vector, and this is inclined at an angle of alpha with the direction of P vector. This resultant is inclined at an angle alpha with the direction of P vector, where alpha is given by tan inverse of Q sin theta by P plus Q cos theta. Okay.